ഏവർക്കും നമസ്കാരം. നവരസ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കർണനെ കുറിച്ചാണ്. കർണൻ ഒരു ദുരന്ത നായകനായും അവശ കാമുകനൊക്കെ ആയിട്ടാണ് പല TV സീരിയലുകളിലും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർണൻ ആരായിരുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കർണൻ്റെ കഥ തുടങ്ങുന്നത് ശൂരസേന എന്ന് പറയുന്ന രാജാവിൽ നിന്നാണ്. ശൂരസേന എന്ന് പറയുന്ന രാജാവിന് ഒരു മകളുണ്ടായിരുന്നു, പൃഥ. ഈ പൃഥയെ തൻ്റെ ബന്ധുവായ കുന്തിഭോജന് വളർത്താൻ കൊടുക്കുകയാണ് ശൂരസേന. കാരണം കുന്തിഭോജന് മക്കളൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലിരുന്ന കുന്തിഭോജന് തൻ്റെ മകളെ വളർത്താൻ കൊടുക്കുകയാണ് ശൂരസേന എന്ന് പറയുന്ന രാജാവ്. അങ്ങനെ കുന്തിഭോജൻ്റെ മകളായി വളർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് പൃഥ കുന്തിയായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ കുന്തി വളർന്ന് വലിയൊരു പെൺകുട്ടിയായി. ആ സമയത്താണ് ദുർവാസ മഹർഷി കുന്തിഭോജൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ദുർവാസ മഹർഷി എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവരും ശാപം കൊണ്ട് പറയുന്ന ഒരു മഹർഷിയാണ് ദുർവാസ മഹർഷി. അപ്പോൾ അദ്ദേഹത്തെ നന്നായിട്ട് പരിപാലിക്കാനായിട്ട് കുന്തിഭോജൻ മകളായ കുന്തിയോട് പറയാണ്. കുന്തി അദ്ദേഹത്തെ നന്നായിട്ട് പരിപാലിച്ചു, തൊഴുകൈയോടെ നിന്നു. അങ്ങനെ കുന്തിയുടെ ആ ഒരു ഇതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ദുർവാസ മഹർഷിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോകാൻ നേരം അദ്ദേഹം ഒരു വരം കൊടുക്കുകയാണ് കുന്തിയിൽ. നീ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏത് ദേവനെ വരുത്തിയാലും അവരിൽ നിനക്കൊരു മകൻ ഉണ്ടാവും എന്നുള്ള വരം കൊടുക്കുകയാണ്. അപ്പോൾ ദുർവാസ മഹർഷി പോയതിനു ശേഷം ഈ ഒരു വരം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുന്തി തീരുമാനിച്ചു. അങ്ങനെ സൂര്യദേവനെ മന്ത്രം കൊണ്ട് വിളിച്ചു വരുത്തുകയാണ്. സൂര്യദേവൻ വന്നതും തൻ്റെ അംശത്തിൽ നിന്ന് കുന്തിക്ക് ഒരു മകൻ ഉണ്ടാവുകയാണ്, സൂര്യദേവനിൽ ഒരു മകൻ ഉണ്ടാവുകയാണ്. അതാണ് കർണൻ. പക്ഷേ തൻ്റെ തെറ്റ് പെട്ടെന്ന് തന്നെ കുന്തി മനസ്സിലാക്കി. കാരണം താൻ വിവാഹിതയല്ല. ഇപ്പോൾ തനിക്ക് ജനിച്ചൊരു മകനെയായിട്ട് കൊണ്ടുപോയ സമൂഹമോ കുടുംബമോ ഒന്നും തന്നെ അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയ കുന്തി ആ ഒരു കുട്ടിയെ ഗംഗാ നദിയിൽ ഒഴുക്കിവിടുകയാണ്. അങ്ങനെ ഗംഗയിൽ ഒഴുക്കിവിട്ട കുട്ടിനെ ആതിരഥും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധയും കണ്ടെത്തുകയാണ്. കാരണം ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റു കുട്ടികളിൽ നിന്ന് കവചകുണ്ടലങ്ങളോടുകൂടിയാണ് ഈ കർണൻ ജനിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം അവൻ വ്യത്യസ്തനായിരുന്നു. ആ ഒരു ആകർഷണീയം അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം ആ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ മകനായിട്ട് ആതിരഥും രാധയും ഈ കുട്ടിയെ എടുത്ത് വളർത്തുകയാണ്. ആതിരഥം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഒരു സൂതനാണ്, അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ വ്യാസവ്യാസ മഹർഷിയുടെ യഥാർത്ഥ മഹാഭാരതത്തിൽ പറയുന്നത് അദ്ദേഹം ധൃതരാഷ്ട്രരുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നാണ്. അപ്പോൾ എന്തായാലും ഈ കർണൻ അവിടെ ജനിച്ച് വളരുകയാണ്. കുന്തിയിൽ നിന്ന് മാറി ഇപ്പോൾ ആതിരത്തിൻ്റെയും രാധയുടെ കയ്യിൽ വളരുകയാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇദ്ദേഹം ദ്രോണാചാര്യരുടെ കീഴിൽ മകനെ പരിശീലിപ്പിക്കാനായിട്ട് അയക്കുകയാണ്. അപ്പോഴും നമ്മൾ സംശയമുണ്ട് ദ്രോണാചാര്യർ ഇദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന്. അപ്പോൾ യഥാർത്ഥ വ്യാസവ്യാസ മഹർഷിയുടെ മഹാഭാരതത്തിൽ പറയുന്നത് ദ്രോണാചാര്യരുടെ കീഴിൽ കർണൻ പരിശീലിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവിടെ വെച്ചാണ് കർണൻ പാണ്ഡവരെയും കൗരവരെയൊക്കെ കാണുന്നത്. കൗരവരെക്കാളും 10 വയസ്സിന് മൂത്തതായിരുന്നു കർണൻ. അവിടെ വെച്ച് ദ്രോണാചാര്യരോട് കർണൻ പറയുകയാണ്, എനിക്ക് ബ്രഹ്മാസ്ത്ര പഠിപ്പിച്ചു. നമുക്ക് ബ്രഹ്മാസ്ത്ര എന്ന് പറയാൻ നമുക്കറിയാം, അത്രത്തോളം ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്നത്. അത് എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് ദ്രോണാചാര്യരോട് കർണൻ പറയണം. പക്ഷേ ദ്രോണാചാര്യർ അത് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഇത് ഏറ്റവും മനഃശക്തി ഉള്ളവർക്കും തപസ് ഒരുപാട് ചെയ്തിട്ടുള്ളവർക്കും മാത്രമേ പരിശീലിക്കാനായിട്ട് പറ്റൂ എന്നാണ് കർണനോട് ദ്രോണാചാര്യർ പറയുന്നത്. അപ്പോൾ ദ്രോണാചാര്യർ ഈ ബ്രഹ്മാസ്ത്ര 2 പേർക്കേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒന്ന് തൻ്റെ മകനായ അശ്വത്ഥാമാവിന് പകുതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനന് അദ്ദേഹം ബ്രഹ്മാസ്ത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 2 പേർക്കും അല്ലാതെ വേറെ ആർക്കും ദ്രോണാചാര്യർ ബ്രഹ്മാസ്ത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ബ്രഹ്മാസ്ത്ര പഠിക്കാനായിട്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് കാരണം നേരെ പോകുന്നത് ദ്രോണാചാര്യരുടെ തന്നെ ഗുരുവായ പരശുരാമൻ്റെ അടുത്താണ്. പക്ഷെ പരശുരാമന് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ബ്രാഹ്മണരെ മാത്രമേ വിദ്യ അഭ്യസിപ്പിക്കുള്ളൂ. ചില എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ബ്രാഹ്മണർക്കാണ് പൊതുവെ അദ്ദേഹം വിദ്യ അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ താനൊരു ബ്രാഹ്മണനാണെന്ന് വേഷം മാറി ബ്രാഹ്മണനായിട്ട് പരശുരാമൻ്റെ അടുത്ത് ചെല്ലുകയാണ് കർണൻ. അപ്പോൾ അവിടെ വെച്ച് പരശുരാമൻ അദ്ദേഹത്തെ വിദ്യ അഭ്യസിക്കുന്നുണ്ട്, വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർണൻ്റെ ഈ ഒരു അഭ്യാസങ്ങളിലും മറ്റു കാര്യങ്ങളിലും പഠിക്കാനുള്ള തിടുക്കത്തിലും ആ ഒരു പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവൊക്കെ പരശുരാമൻ ഇഷ്ടപ്പെടുകയും തന്നെപ്പോലൊരു യോദ്ധാവാണ്, തൻ്റെ ഈക്വലാണ് കർണൻ എന്ന് പറയുന്ന ലെവലിൽ വരെ എത്തി. അതിനുശേഷം ബ്രഹ്മാസ്ത്ര കർണന് ദ്രോണാചാര്യല്ല പരശുരാമൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിദ്യയൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പരശുരാമൻ കർണൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഒരു തേള് വന്ന് കർണനെ കടിച്ചു. അവിടെ വലുതായിട്ട് മുറിവ് വന്നു, ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താൻ അനങ്ങിയാൽ തൻ്റെ ഗുരു എണീക്കുമെന്ന് ഓർത്ത് കർണൻ അവിടെ നിന്ന് അനങ്ങാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞ് ദ്രോണാചാര്യ ഉണർന്നപ്പോൾ കണ്ടത്, പരശുരാമൻ ഉണർന്നപ്പോൾ കണ്ടത് തൻ്റെ കാലിലൂടെ ഒഴുകുന്ന കർണൻ്റെ കാലിലൂടെ ഒഴുകുന്ന രക്തധാരയാണ്. അപ്പോൾ ഇത് കണ്ട് അദ്ദേഹം മനസ്സിലാക്കി കർണനൊരു ബ്രാഹ്മണനല്ല. കാരണം ബ്രാഹ്മണർക്ക് ഒരിക്കലും ഇത്രയും വേദന സഹിച്ച് ഇത്രയും നാളം നിൽക്കാനായിട്ട് പറ്റുന്നൊരു കഴിവ് ബ്രാഹ്മണർക്കില്ല. അവർ പെട്ടെന്ന് തന്നെ എന്തായാലും വേദന കൊണ്ട് നിലവിളിക്കും. പക്ഷേ ക്ഷത്രിയന്മാർ മാത്രമേ ഈ വേദന ഇത്രയും സഹിച്ച് നിൽക്കുകയുള്ളൂ എന്ന് ഉള്ള കാര്യം പരശുരാമന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത് വിദ്യ അഭ്യസിക്കാനായി വേഷം മാറി വന്ന കർണനോട് പരശുരാമൻ ഒരുപാട് ദേഷ്യം തോന്നുകയും അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്യുകയാണ്.
നീ എപ്പോഴാണോ നിൻ്റെ ഈക്വൽ, അതായത് നിൻ്റെ അതേ ശക്തിയും ബുദ്ധിയും ഉള്ളവനോട് നീ മത്സരിക്കുന്നത്, ആ സമയത്തിൽ ബ്രഹ്മാസ്ത്രം നിനക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം നിനക്ക് വരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ പരശുരാമൻ ഇദ്ദേഹത്തെ കർണനെ ശപിക്കുകയാണ്. പിന്നീട് നമ്മൾ കർണനെ കാണുന്നത് രണഭൂമിയിൽ വെച്ചാണ്. ആ രണഭൂമിയിൽ കൗരവരും പാണ്ഡവരും തങ്ങളുടെ വിദ്യാഭ്യാസങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന വേദിയിലേക്ക് കർണൻ കടന്നു വരികയാണ്. എന്നിട്ട് പറയാണ്, അർജുനനെക്കാളും ചുരുങ്ങിയ സമയം കൊണ്ട് അർജുൻ കാണിച്ച എല്ലാ അഭ്യാസങ്ങളും താൻ കാണിക്കാമെന്ന് കാണികളോട് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ദുര്യോധനൻ കർണനെ സൈഡായിട്ട് കൂട്ടുകയാണ്. കാരണം ദുര്യോധനൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർണൻ അല്ലെങ്കിൽ അർജുനന് ഈക്വലായിട്ടൊരു ഓപ്പോണൻറ്റ് വേണം. അത് കർണനിൽ ആര് കണ്ടു? ദുര്യോധനൻ കണ്ടു. അങ്ങനെയാണ് കർണനത്തെ പിടിച്ച് തൻ്റെ സൈഡിലോട്ടാകുന്നത്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡാവുന്നു. പിന്നീട് കർണൻ ഉൾപ്പെടെയുള്ള കൗരവസേനയോട് ഗുരുദക്ഷിണയായിട്ട് ദ്രോണാചാര്യ ചോദിക്കുന്നത് പാഞ്ചാല ദേശമാണ്. പക്ഷേ അവർക്കതിന് അത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. പിന്നീട് പാണ്ഡവരാണ് പാഞ്ചാല ദേശം പിടിച്ചെടുത്ത് ഗുരുദക്ഷിണയായിട്ട് ആർക്ക് കൊടുക്കുന്നത്? ദ്രോണർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംസാരം ഉണ്ടായി. ഈ കൗരവരെക്കാലം ഏറ്റവും മികച്ചത് പാണ്ഡവരാണ്, ധർമ്മത്തിൽ അധിഷ്ഠിതമായാണ് അവർ മുന്നോട്ട് പോകുന്നതിനൊക്കെ ഒരു പൊതു സംസാരം ഉണ്ടായി. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, പാണ്ഡവരെ ഒതുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ദുര്യോധനൻ കർണൻ്റെയും ശകുനിയുടെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ വെച്ചാണ് അവർ അരക്കില്ലം എന്ന ആശയത്തിലേക്ക് എത്തുകയും പാണ്ഡവരെ തുരത്താനായിട്ട് അരക്കില്ലം നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അരക്കില്ലം എന്ന് പറയുന്ന ആ ഒരു സംഗതി പാണ്ഡവരെ കൊല്ലാനായിട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്, മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് കർണനും ശകുനിയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രേ ഷെയ്ഡ് കർണന് വരുന്നുണ്ട്. പിന്നീട് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്തും കർണൻ ഇവളെ വേശ്യ, അതായത് കർണൻ ദ്രൗപദിയെ വേശ്യ എന്നും 5 പേരുടെ ഭാര്യയെ കഴിയുന്നവൾ വേശ്യയാണെന്നൊക്കെ പറഞ്ഞ് ദ്രൗപദിയെ കളിയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എതിർക്കുന്നില്ല, ഒരിക്കലും എതിർക്കുന്നില്ല. ഈ വസ്ത്രാക്ഷേപത്തെ എതിർക്കാതെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വേശ്യയായിട്ടുള്ളവൾ എങ്ങനെ വന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കൃത്യത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് കർണൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിനൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. പിന്നീട് യുദ്ധത്തിലാവുന്ന, അതായത് അദ്ദേഹത്തിന് നല്ല ക്യാരക്ടേഴ്സ് വരുന്ന, അല്ലെങ്കിൽ ക്യാരക്ടർ ഏറ്റവും മികച്ച രീതിയിൽ പോകുന്നതെന്ന് പറയുന്നത് യുദ്ധസമയത്താണ്. അപ്പോൾ യുദ്ധത്തിന് മുമ്പായിട്ട്, അതായത് മഹാഭാരത യുദ്ധത്തിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണൻ പറയാണ്, നിൻ്റെ അമ്മയാണ് കുന്തി, നീയാണ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. അപ്പോൾ നീ നമ്മളോടൊപ്പം വരികയാണെങ്കിൽ പറയുന്നത്, യുദ്ധം തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നീ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിനക്ക് തന്നെ രാജ്യം തരാം, യുധിഷ്ഠിരൻ അതിന് തയ്യാറാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് ദുര്യോധനവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് വലുതെന്നാണ് കർണൻ ആ സമയത്ത് പറയുന്നത്. പിന്നീട് കുന്തി ദേവി വന്ന് നേരത്തെ പറയുന്നുണ്ട്, കർണനോട് നേരിട്ട് പറയുന്നുണ്ട്, നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, നീയാണ് എൻ്റെ മകനെന്ന് ഞാൻ അവരോട് പറയാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കർണൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം അവിടെ കർണൻ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തൻ്റെ ഫ്രണ്ടായ ദുര്യോധനൻ്റെ ഫ്രണ്ട്ഷിപ്പിനാണ് കർണൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദുര്യോധനന് വേണ്ടി ഇവരെല്ലാം ഇല്ലാതാക്കി തൻ്റെ ശൗര്യം കാണിക്കണമെന്നാണ് കർണൻ വിചാരിക്കുന്നത്. അപ്പോൾ തൻ്റെ മകനാണ് കർണൻ എന്ന് പറയാനായിട്ട് കുന്തിദേവിയും അദ്ദേഹം സമ്മതിക്കുന്നില്ല. മാത്രമല്ല കുന്തിദേവി പറയുന്നുണ്ട്, നീ എൻ്റെ 5 മക്കളെയും കൊല്ലരുത് എന്ന് കുന്തിദേവി കർണനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ പറയാണ്, അർജുനൊഴിച്ച് ഞാൻ ആരെയും വധിക്കില്ല എന്ന് കുന്തിദേവിക്ക് വാക്ക് നൽകുകയാണ്. പിന്നെ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് അതിന് മുമ്പായിട്ട് കർണൻ്റെ കവചകുണ്ഡലങ്ങൾ ഇന്ദ്രദേവന് ദാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കഥയെന്ന് പറയുന്നത്, ഇന്ദ്രദേവൻ വരികയാണ്. ഇന്ദ്രദേവന് മനസ്സിലായി കർണനെ, ഈ കവചകുണ്ഡലങ്ങളോട് കൂടിയുള്ള കർണനെ ഒരിക്കലും കൊല്ലാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ദാനമായിട്ട് ചോദിച്ച് അത് കൈക്കലാക്കുകയാണെങ്കിൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമായെന്ന് പറഞ്ഞ ഇന്ദ്രദേവൻ കർണൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അതിന് മുമ്പ് തന്നെ കർണൻ്റെ പിതാവായ സൂര്യദേവൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇന്ദ്രദേവൻ ഇങ്ങനെ വരും, നീ ഒരിക്കലും അത് കൊടുക്കരുതെന്ന് സൂര്യദേവൻ കർണനോട് പറയുന്നുണ്ടെങ്കിലും, ഇല്ല അച്ഛാ, എനിക്കത് കൊടുത്തേ മതിയാകൂ, എന്നോട് ആരെങ്കിലും ദാനം ചോദിച്ചാൽ അത് ഞാൻ കൊടുത്തേ മതിയാകൂ എന്ന് കർണൻ പറയുകയാണ്. അങ്ങനെ വന്ന ഇന്ദ്രദേവന് കർണൻ തൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനമായിട്ട് കൊടുക്കുകയാണ്. ഇതിൽ സന്തുഷ്ടനായ ഇന്ദ്രദേവൻ പറയുന്നതാണ്, നിനക്ക് എന്ത് വരമാണ് ഞാൻ തിരിച്ച് നൽകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കർണൻ പറയുന്നത്, എനിക്ക് വരമൊന്നും വേണ്ട, ഞാനൊന്നും ആശിച്ചിട്ടല്ല തിരിച്ച് ദാനം കൊടുക്കുന്നതെന്ന് പറയാണ്. എങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഇന്ദ്രദേവൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ്. അവസാനം വസാവി ശക്തി തനിക്ക് വരമായിട്ട് കർണൻ ചോദിക്കുകയാണ്. ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ഉപാധി വെച്ച്, ഇത് ഒരിക്കൽ മാത്രമേ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഉപാധി കൊണ്ട് വച്ചിട്ടാണ് ഇന്ദ്രദേവൻ കർണൻ ഈ വരം നൽകുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ 16-ാം ദിവസം ഭീമൻ്റെ അസുരനായ മകനായ ഘടോൽക്കത്തിന് വലിയ ശക്തി നേടുന്നുണ്ട്. അവൻ യോദ്ധാക്കളിൽ പാണ്ഡവരുടെ സൈഡിൽ കൗരവരുടെ സൈഡിൽ വലിയൊരു നാശം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കർണൻ ഈ വസാവി ശക്തി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇത് സൂക്ഷിച്ചിരുന്നത് അർജുനെതിരായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു. പക്ഷേ ആ സമയത്ത് വസാവി ശക്തി കർണൻ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് യുദ്ധത്തിൻ്റെ 17-ാം ദിവസം കർണനും അർജുനൻ നേർക്കുനേർ വരികയാണ്. അർജുനൻ്റെ തലയ്ക്ക് നേരെ അമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കർണൻ്റെ രഥം മണ്ണിലാണ്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രീകൃഷ്ണൻ പറയാണ്, ഇവൻ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നത്, ആ സമയത്ത് അസ്ത്രം തൊടാൻ പറയണം. അപ്പോൾ കർണൻ പറയുന്നത്, ഞാൻ നിരായുധനാണ്, ഈ സമയത്ത് യുദ്ധങ്ങളുടെ
ഒരിക്കലും ഒരു യോദ്ധാവിനെ ആക്രമിക്കാൻ പാടില്ല. അത് യുദ്ധ നിയമങ്ങൾക്കെതിരാണെന്ന് കർണൻ പറയണം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, എന്താണ് നിങ്ങൾ അഭിമന്യുയോട് കാണിച്ചത്? അഭിമന്യുയോട് കാണിച്ചത് ഒരിക്കലും യുദ്ധത്തിൻ്റെ നേരും നിറയ്ക്കും മുതിർന്നതല്ല. അത് കർണനാണ് ആ സമയത്തും ഇതിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിൻ്റെ നിയമം നോക്കേണ്ടതില്ല എന്ന് അർജുനോട് ശ്രീകൃഷ്ണൻ പറയാണ്. അങ്ങനെയാണ് കർണൻ മരിക്കുന്നത്. അർജുനൻ്റെ അമ്പ് കൊണ്ടാണ് കർണൻ മരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ കർണൻ എന്ന് പറയുന്നത് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള, അതേസമയം ഒരുപാട് മോശം ഗുണങ്ങളുള്ള ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ അവിടെയും അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം തനിക്ക് വേണമെങ്കിൽ രാജാവാകും. അങ്ങനെ ഒരു ദുരാഗ്രഹം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ദുര്യോധനമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പിനാണ് കർണൻ ലോയൽറ്റി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലുള്ളൊരു ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടറാണ് കർണൻ എന്ന് കർണൻ്റെ ഈ പൊതുവായ കഥയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇത്തരം കണ്ടന്റുകൾ ഇടാൻ എനിക്കതൊരു പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.